അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. സഈദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിംബറ ഫഖാല ആമീൻ ആമീൻ ആമീൻ. ഫലമ്മാ നസല സുഇല അൻ ദാലിക് ഫഖാല അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാൽ رغم أنف امرئ أدرك رمضان فلم يغفر له قل آمين فقلت آمين. ورغم أنف امرئ ذكرت عنده فلم يصلي عليك قل آمين فقلت آمين. ورغم أنف رجل أدرك والديه أو أحدهما فلم يغفر له قل آمين فقلت آمين. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറവേ ആമീൻ എന്ന് 3 പ്രാവശ്യം പറയുകയുണ്ടായി. ശേഷം എന്തിനാണ് റസൂലെ അങ്ങ് മിമ്പറിൽ കയറുന്ന വേളയിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞത് എന്ന് സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, റമളാനിൽ ജീവിക്കാനായിട്ടും അള്ളാഹുവിൽ നിന്നും മാപ്പ് ലഭിക്കാത്തവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. എന്റെ അഥവാ പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരും നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതിനും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അതോടൊപ്പം ഒരാൾക്ക് മാതാപിതാക്കളോ 2-ൽ ഒരാളോ ഉണ്ടായിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനും നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതിനും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലെല്ലാം സാധാരണഗതിയിൽ പോസിറ്റീവായ പ്രാർത്ഥനകളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ 3 പ്രാർത്ഥനകൾ, ഇത് 3ഉം വളരെ നെഗറ്റീവായ പ്രാർത്ഥനയാണ്. അവർ തുലയട്ടെ, നശിക്കട്ടെ, എല്ലാ സൗഭാഗ്യവും ഇല്ലാതാവട്ടെ എന്നൊക്കെയുള്ള തികച്ചും ശാപ പ്രാർത്ഥന. ഈ പ്രാർത്ഥന മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തതുമായി ബന്ധപ്പെട്ടും പറഞ്ഞതിന്റെ മുമ്പ് ഒന്നാമതായി പറഞ്ഞത് റമളാനുമായി ബന്ധപ്പെട്ടായിരുന്നു. റമളാനിൽ ഒരാൾക്ക് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടും അതിലൂടെ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അയാൾ അത് മുഖേന നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അയാൾ നശിക്കുകയും എല്ലാ സൗഭാഗ്യത്തിൽ നിന്നും വിദൂരയാവുകയും ചെയ്തിരിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് വലിയ അവസരമായിരുന്നു, സുവർണ അവസരമായിരുന്നു റമദാനിൽ ജീവിക്കാൻ കഴിയുക എന്നത്. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് മുഖേന എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കപ്പെടാനും പിറവിക്കുഞ്ഞിന്റെ പരിശുദ്ധിയോട് കൂടി ശവ്വാലിലേക്ക് എത്താനും സാധ്യമാകണം. അവിധത്തിൽ റമദാൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പടുവിനാശത്തിന്റെ പടുകുഴിയിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മലക്കുകളിലെ അതിപ്രധാനി. വിശുദ്ധ ഖുർആനിൽ ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ അമീൻ എന്നെല്ലാം ഒട്ടേറെ പുകഴ്ത്തിയ മലക്കുകളിലെ അതിപ്രധാനി, റൂഹ് ആത്മാവെന്ന് ഖുർആൻ പേര് വിളിച്ച ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാവട്ടെ മനുഷ്യരിലെ അതിശ്രേഷ്ഠനായ, സൃഷ്ടികളിലെ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ച സ്ഥലമോ മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ തോപ്പുകളിൽ ഒരു തോപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൗള ഷരീഫ്. റൗള ഷരീഫിന്റെ ഒരറ്റം ആരംഭിക്കുന്നത് മദീന മിമ്പറിൽ നിന്നാണ്. അതിന്റെ മറ്റേ അറ്റം അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. റസൂലിന്റെ വീടിന്റെയും മദീന മിമ്പറിന്റെയും ഇടയിൽ 22 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമാണുള്ളത്. ആ സ്ഥലത്തെയാണ് റൗള ഷരീഫ് എന്ന് പറയുന്നത്. ആ സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, പൂന്തോപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ കുറിച്ച് ഉലമാക്കൾ 3 വിശദീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ആ സ്ഥലം സൗഭാഗ്യത്തിന്റെ, സ്വർഗീയ സൗഭാഗ്യത്തിന്റെ, സ്വർഗീയ ശാന്തതയുടെ സ്ഥലമാണ് എന്നതാണ്. രണ്ടാമത്തെ വിശദീകരണം അവിടെ പ്രാർത്ഥിച്ചാൽ സൗഭാഗ്യം നിറഞ്ഞ സ്വർഗം ഉറപ്പാണ് എന്നതാണ്. മൂന്നാമത്തെ വിശദീകരണം ആ ഭാഗം അതുപോലെ മുറിച്ചെടുത്ത് സ്വർഗത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോകുമെന്നാണ്. സ്വർഗത്തിലേക്ക് അതുപോലെ മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരേ ഒരു സ്ഥലമേ ഭൂമിയിലുള്ളൂ. അതാണ് മദീനയിലെ മദീന പള്ളിക്കകത്ത് ഇന്ന് നിലകൊള്ളുന്ന റൗള ഷരീഫ്. അത്രയും ശ്രേഷ്ഠമായ സ്ഥലത്ത് വെച്ച് അതിശ്രേഷ്ഠനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച
സൃഷ്ടികളിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ഈ റമദാനിലൂടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്നവരായി നമ്മൾ മാറണം. അതിന് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ആ പ്രാർത്ഥനയിൽ റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്ത്, ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ ആയത്ത്, ആ പ്രാർത്ഥനാ സൂക്തം, അത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ചാൽ ചരിത്രത്തിലെ ഒന്നാമത്തെ പാപവിമുക്തിക്കിടയാക്കിയ പ്രാർത്ഥന എന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്ന നിലക്ക് പ്രത്യേക പ്രതിഫലവും ആ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ആ പ്രാർത്ഥനയിൽ 50-ലേറെ അക്ഷരങ്ങളുണ്ട്. ഖുർആനിലെ ഒരക്ഷരത്തിന് ഖുർആൻ പാരായണം ചെയ്യുകയാണ് എന്നുകൂടി മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ 500-ലേറെ പ്രതിഫലമാണ് ലഭിക്കുക. അഥവാ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലമാണ്. അപ്പോൾ ഈ ഒരൊറ്റ സൂക്തം കൊണ്ട് 500-ലേറെ പ്രതിഫലവും ലഭിച്ചു. അതോടൊപ്പം പാപവിമുക്തിക്ക് വേണ്ടിയുള്ള അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുമായി ഈ പ്രാർത്ഥനയുൾപ്പെടെ പാപവിമുക്തിക്കിടയാക്കുന്ന പ്രാർത്ഥനകളിലൂടെ നമ്മൾ ഈ റമദാനെ മുന്നോട്ട് കൊണ്ടുപോവുകയും റമദാനിലൂടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് വിശുദ്ധരായി നമുക്ക് ശവാലിലേക്ക് എത്താൻ കഴിയുകയും വേണം. പരസ്പരം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.